അസ്സലാമലൈക്കും. ഇന്ന് പൊലച്ചക്ക് ചോറും പരിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ അമ്മച്ചി എന്ന് പറഞ്ഞ് കേസരി ഉണ്ടാക്കാം. അങ്ങനെ അമ്മച്ചി കേസരിൻ്റെ റവ റോസ്റ്റ് ചെയ്ത് അതിൽ കുറച്ച് വെർമിസല്ലി ആഡ് ചെയ്തെടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് അത് എന്നിട്ട് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് വെള്ളവും പാലും കൂടി മിക്സ് ചെയ്തത്. ഫസ്റ്റ് വെള്ളം ഒഴിച്ച് പിന്നെ അതിലേക്ക് കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ച് ഇതിലേക്ക് ലേശം ഉപ്പും ആവശ്യത്തിന് പഞ്ചസാരയും ആഡ് ചെയ്തിട്ട് കുറച്ച് കാർഡമം പൊടിച്ചതും ആഡ് ചെയ്തിട്ട് ഇത് തിളക്കാൻ വേണ്ടി വെച്ച് കേസരിയിലേക്ക് വെച്ച് മഞ്ഞ കളർ ആവാൻ വേണ്ടിയിട്ട് ബദാമിൻ്റെ മിക്സില്ലേ ഈ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കുന്നത് അതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു കുറച്ച് ഡ്രോപ്പ് ഇട്ടിട്ട് അത് ഏകദേശം തിളച്ച് വന്നപ്പം നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റവയും വെർമിസെല്ലിയും കൂടി ആഡ് ചെയ്തിട്ട് കൊടുത്തു. അത് ആഡ് ചെയ്ത പാടെ അമ്മച്ചി വേഗം അതിനെ നന്നായിട്ട് ഇളക്കിയിട്ടോ. തീരെ ലംസ് ഇല്ലാതെ കട്ടാവാണ്ട് വേഗം ഇളക്കിയിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. അങ്ങനെ മിക്സ് ചെയ്ത് അത് ഏകദേശം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാനുള്ള ഡിഷിലോട്ട് മാറ്റാം. എന്നിട്ടത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ കേസരി റെഡി ആയിട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഇപ്പോൾ വൈറലായിട്ട് കൊണ്ടിരിക്കണ ചീസ് ബോക്സ് ഇല്ലേ, അതാണ് എല്ലാവരും ട്രൈ ചെയ്ത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങിന് വേണ്ടി ഉള്ളി ഓയിലിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് വഴണ്ട് വന്ന് കഴിഞ്ഞപ്പം അതിലേക്ക് ഞാൻ ക്യാരറ്റും ക്യാപ്സിക്കും ആഡ് ചെയ്ത് കൊടുത്ത് അതും മാക്സിമം ഞാൻ തിന്നാക്കിയിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ക്യാരറ്റിൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയും ക്രഞ്ചി ടെക്സ്ചർ മാറുന്നതിന് മുന്നേ തന്നെ ഞാൻ ഉപ്പ് ഇടാണ്ട് വേവിച്ച് ചിക്കന് ചിക്കി പറിച്ചെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി. ഇനിയാണ് നമ്മൾ ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാൻ പോണത്. ഞാൻ ചില്ലി ഫ്ലേക്സും ഇത് കശ്മീരിയും സാദാ മുളക് പൊടിയും കൂടി മിക്സാണ്, അതും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ജീരകത്തിൻ്റെ പൗഡറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ജീരകം പൊടിച്ചതിൻ്റെ. അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ്, ഇതിലൊന്നിലും ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ ചിക്കനിലായാലും വേറെ ഒന്നുമില്ല, അപ്പം ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ഇത് സെറ്റായി കഴിഞ്ഞപ്പം ഇതൊന്നും കൂടി ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും മയണീസും ആഡ് ചെയ്തിട്ട് ഇതിനെ ഇളക്കി. നിങ്ങൾ ഉണ്ടാക്കുമ്പം ഇത് നിങ്ങളെ പ്രിഫറൻസിന് ഉണ്ടാക്കുക. ഈ ടൊമാറ്റോ സോസ് മയണീസ് ഏത് വേണമെങ്കിലും എക്സ്ക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം, കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ മസാല റെഡിയാക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനതിനെ ഓരോരോ ബോക്സ് ആക്കിയിട്ട് പ്രിപ്പയർ ചെയ്ത്, ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ബോക്സ് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഫസ്റ്റത്തെ ട്രൈ അധികം സക്സസ്ഫുൾ ഒന്നും ആയിട്ടില്ല. ഏകദേശം ആ ബോക്സ് പോലെ ആയിട്ടുണ്ടായിരുന്നെങ്കിലും അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടുണ്ടായില്ല. ഏകദേശം അവസാനമായപ്പോൾ എനിക്ക് അതിൻ്റെ ട്രിക്ക് മനസ്സിലായി. ഇത് 2 ഷീറ്റ് ഉണ്ട് കേട്ടോ, സമൂസ ഷീറ്റ്. അപ്പോൾ അത് രണ്ടും കൂടി വെച്ചിട്ട് ഒരുമിച്ച് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. ഏകദേശം അപ്പോൾ ഒരേ അളവിലും ഒരു വൃത്തിക്ക് നമുക്ക് കിട്ടും. അങ്ങനെ ഞാനൊരു കത്തി വെച്ചിട്ട് അതിനെ കട്ട് ചെയ്തെടുത്ത് ഏകദേശം ബോക്സിൽ എത്ര വരും എന്നുള്ള അളവാണ് ഞാൻ നേരത്തെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ 2 എണ്ണത്തിൽ താഴെ വെക്കുന്ന ലെയറിൽ കുറച്ച് നമ്മൾ മൈദ ആക്കി കൊടുക്കണം, അപ്പോഴേ ഇത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുള്ളൂ. അങ്ങനെ മൈദ ആക്കി കഴിഞ്ഞിട്ട് അതിന് മുകളിലോട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മറ്റേ ഷീറ്റും കൂടി വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള
ആ മസാല ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്ക്വയർ ആക്കി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതും കൊടുത്തിട്ട് ഇങ്ങനെ ഓരോ ഭാഗം അഡ്ജസൻറ്റ് സൈഡിലുള്ളത് വേണം മടുക്കാൻ. എന്നിട്ട് ആ സമയത്തൊക്കെ ഇതിൽ മൈദ തേച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ ടൈം ചെയ്യുമ്പോഴും ഇതിൻ്റെ ഇടയിൽ പശ കുറച്ച് മൈദൻ്റെ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് പിന്നെ വിട്ടു വരും കേട്ടോ. അങ്ങനെ ചീസ് ബോക്സ് റെഡിയായി. ഇത് ഞാൻ എൻ്റെ ഒരു ഈസി വേ ആണ് കേട്ടോ കാണിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ ഇനി ഇത് പൊരിക്കാൻ നേരത്തിട്ട് എടുക്കാതെ വരെ ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ളത് പോലെ മുസംബീൻ്റെ ജ്യൂസാണ്. സെയിം റെസിപ്പി തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പഴവും പാലും നന്നായിട്ട് അടിച്ചെടുത്ത് എന്നിട്ട് അവിൽ ഇതാക്കിയിട്ട് ഒരു അവിൽ മിൽക്ക് പോലെ സെർവ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഈ ഒരു ടൈമിൽ അനിയത്തി പൊരിക്കാനുള്ള പരിപാടികളും ഉമ്മച്ചി കറിയൊക്കെ റെഡിയാക്കി. പിന്നെ പൊറാട്ടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും എല്ലാം ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ പൊരിച്ചത് റെഡിയായി. ഒരു ചീസ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പൊറാട്ട റെഡി ആയിട്ടുണ്ട്. കടികൾ ചീസ് ബോക്സും അന്ന് നമ്മൾ ഫ്രോസ് ചെയ്ത ബ്രെഡും റെഡി ആയിട്ടുണ്ട്. കേസരി റെഡിയായി. അങ്ങനെ നോമ്പ് തുറക്കാൻ നേരത്ത് അങ്ങനെ എല്ലാം കട്ട് ഫ്രൂട്ട്സും കടികളും എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ആവിൽ മിൽക്കിൻ്റെ കഴിച്ച് പിന്നെ ജ്യൂസുകളും കുടിച്ച് പിന്നെ പൊറാട്ടയും കറിയും പിന്നെ ചിക്കൻ പൊരിച്ചുകൊണ്ടിരുന്നു അതും കഴിച്ച്. അപ്പം അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ നാളത്തെ വീഡിയോയിൽ കാണാം.